എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മുൻപ് ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു. അടിസ്ഥാനപരമായി ട്രാഫിക്കിൽ എത്ര അടയാളങ്ങളുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു. അതിന് താഴെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവർ, ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർ, ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ളവർ, അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മുടെ വാഹനത്തോട് അത്രത്തോളം അടുപ്പമുള്ള എല്ലാവരും കാണേണ്ട ചില വീഡിയോസ്, ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയും അതിന് ഉത്തരം ഞാൻ വിശദമായിട്ട് പറയുകയും ചെയ്യുന്നത്. അതെല്ലാവരും കാണുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. താല്പര്യമുള്ളവർ കാണുക. ഇന്ന് ഞാൻ വേറൊരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വാഹനത്തെ അടിസ്ഥാനപരമായി എത്രയായി ഭാഗിക്കാം? ചോദ്യം എന്നോട് പറയാം. ഒരു വാഹനത്തെ അടിസ്ഥാനപരമായി എത്രയായി ഭാഗിക്കാം? ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതേ നമ്മുടെ ഡ്രൈവിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. വരും കാലങ്ങളിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് എല്ലാം അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് പേര് അപകടത്തിലൊക്കെ ചെന്ന് ചാടുന്നില്ല. അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ, അപകടങ്ങളൊക്കെ ചാടുന്നത്. അപ്പോൾ ചോദ്യം എന്നോട് പറയാം. അടിസ്ഥാനപരമായി ഒരു വാഹനത്തെ എത്രയായി ഭാഗിക്കാം? എത്ര താഴെ കമൻറ്റ് ചെയ്യണം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് കമൻറ്റ് ചെയ്യുക. അറിയാവുന്നതായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും ശരി, ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവർക്കും ശുഭദിനം. ഹാവ് എ നൈസ് ഡേ.